ക്രൈസ്തവ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്തിൽ അനേക സംഭവങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ ഭീതിയുടെയും ഭയാനകമായിരിക്കുന്ന ചിന്തകളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും നിലനിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. പാട്ടുകൾ നമുക്ക് ഏത് സമയത്തും പാടുകയും ആരാധിക്കുകയും ആത്മാവിൽ സന്തോഷിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങളിൽ അത് കൃത്യമായിട്ട് നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശ നമുക്ക് ലഭിക്കപ്പെടുകയാണ്. വലിയൊരു അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസന്മാർ വളരെ സമയങ്ങൾ ചെലവഴിച്ച് പണങ്ങൾ മുടക്കി ഇതുപോലെയുള്ളതായിരിക്കുന്ന പ്രഭാഷണ മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഓരോ വിശ്വാസികളും അവരുടെ ക്രിസ്തീയ ജീവിതം ഉറപ്പുള്ളതാക്കി തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അടിയുലയുന്ന അവസ്ഥകൾക്ക്, മനസ്സിനെ വേദനിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു മടങ്ങി വരവ് ഓരോ വ്യക്തികളും പ്രതീക്ഷിക്കുമ്പോൾ അത് പ്രാർത്ഥനയിലാകട്ടെ, വചന ധ്യാനത്തിലൂടെയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലുള്ളതായിരിക്കുന്ന പ്രഭാഷണങ്ങൾ, ഇതുപോലെയുള്ളതായ ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഓരോ വിശ്വാസികളെയും വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാക്കി തീർക്കുക എന്നുള്ളതാണ്. അതിനാധാരമായിട്ടാണ് ദൈവവചനങ്ങൾ സംസാരിക്കുന്നത്. ഈ വചനത്തിൽ ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. അനേക ഭക്തന്മാർ ജീവിച്ച വഴികൾ, നടന്നുപോയ സാഹചര്യങ്ങൾ, അവർ ദൈവത്തെ കണ്ടെത്തിയ അനുഭവങ്ങൾ, ദൈവത്തെ വിളിച്ചപേക്ഷിച്ച സാഹചര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് 100% നമ്മുടെ ജീവിതത്തിൽ അതുപോലെ പ്രാപിക്കുവാൻ കഴിയില്ല എങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ അപ്രകാരം നമുക്ക് ആ പാതകളെ പിന്തുടരുവാൻ കഴിയും. അതാണ് നമ്മുടെ വിശ്വാസ ജീവിതം. അതാണ് നമുക്ക് നൽകുന്ന പ്രചോദനം. അതാണ് നമുക്ക് നൽകുന്നതായ പ്രത്യാശ. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ശിംശോനെ കുറിച്ചാണ്. ശിംശോന്റെ ജീവിതത്തിൽ നാസ്യവ്രതമെടുത്തുകൊണ്ട് യഹോവയ്ക്ക് വേണ്ടി ന്യായാധിപനായി, ന്യായപാലനം ചെയ്യുന്നവനായി, ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ഇസ്രായേൽ ഗ്രഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശിംശോൻ. ഏറെക്കാലമായി തന്റെ മാതാപിതാക്കൾ നിരന്തരം പ്രാർത്ഥിച്ചതിന്റെ ഫലം, ഉപവസിച്ചതിന്റെ ഫലം, നേർച്ചകളുടെ ഫലം, ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കടന്നു വന്ന് അപേക്ഷിച്ചപ്പോൾ അവർക്ക് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു മകനാണ് ശിംശോൻ. കണ്ണുനീരോടെ വിതയ്ക്കുക, ആർപ്പോടെ കൊയ്യുക. ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും കണ്ണുനീരോടെ കടന്നു വരുന്ന അനേക മാതാപിതാക്കളെ കാണാം. തലമുറകൾക്ക് വേണ്ടി കരയുന്ന അനേകരുണ്ട്, യാചിക്കുന്നവരുണ്ട്, നിലവിളിക്കുന്നവരുണ്ട്. സങ്കടകരമായ അനുഭവങ്ങൾ യഹോവയുടെ സന്നിധിയിൽ പകരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ ദിവസങ്ങളിൽ അവർക്കൊക്കെ ദൈവം ആശ്വാസം നൽകട്ടെ. എത്രയെത്ര ആളുകൾ ഞങ്ങളെ സമീപിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, നാളുകളായി തലമുറകളില്ലാത്ത പ്രിയപ്പെട്ടവർ അവരുടേതായിരിക്കുന്ന കുടുംബങ്ങളിൽ തലമുറകളെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അവരുടെ വേദനയിൽ അവർക്കൊപ്പം ഇരിക്കുവാൻ, അവരുടെ സങ്കടങ്ങളിൽ അവരോട് ചേർന്നിരുന്നു കൊണ്ട് അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി അവരുടെ എന്റെ ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടേതായിരിക്കുന്ന ആവശ്യങ്ങളെ എന്റെ ആവശ്യമാക്കി മാറ്റിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനകൾ ഓരോ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കും അനുഗ്രഹമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം, വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശിംശോൻ. ആ ശിംശോനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. നാസ്യവ്രതക്കാരനാണ്. അങ്ങനെ 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ
വായിച്ചു നിർത്തുകയാണ്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: അനന്തരം ശിംശോൻ തിപ്നയിൽ ചെന്ന് ഫെലിസ്ത്യ കന്യകയെ കണ്ടു. അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു: ഞാൻ തിപ്നയിൽ ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ മാതാപിതാക്കളോട് മകൻ പറയുകയാണ്: ഞാൻ തിപ്നയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കനാനിയ കന്യകയെ ഞാൻ കാണുകയാണ്. എനിക്ക് അവളെ ഇഷ്ടപ്പെടുകയാണ്, താല്പര്യപ്പെടുകയാണ്. അവളെ എനിക്ക് വിവാഹം ചെയ്താൽ കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായ ഒരു കാര്യമാണ്. സാധാരണ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ അവരുടേതായിരിക്കുന്ന ചില ആഗ്രഹങ്ങൾ, അവരുടേതായിരിക്കുന്ന ചില താല്പര്യങ്ങൾ അത് തുറന്നു പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ ശിംശോനും പറയുകയാണ്: ഞാൻ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്, അവളെ എനിക്ക് വിവാഹം കഴിക്കണം. മാതാപിതാക്കൾക്ക് ആരംഭഘട്ടത്തിലൊക്കെ വളരെ എതിർപ്പുകളായിരുന്നു. എങ്കിലും ആകാമെന്നുള്ളതായ താല്പര്യം തന്റെ മനസ്സിൽ കടന്നു വരികയാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ ആ വീട്ടിൽ ചെന്ന് കാണുകയും വീട്ടുകാരോടുള്ള അവരുടേതായ സമീപനവും അവരുടേതായിരിക്കുന്ന സംസാര ശൈലിയും വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു പുതിയ കുടുംബജീവിതത്തിലേക്ക് നയിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ശിംശോന് ലഭിക്കപ്പെട്ടു. ആ വിവാഹത്തോടു കൂടെയാണ് ശിംശോൻ വിശ്വാസത്തിൽ നിന്നും വീണു പോകാൻ കാരണം, തളർന്നു പോകാൻ കാരണം. തനിക്ക് വീഴ്ച പറ്റുന്നത് അവിടെയാണ്, വിവാഹത്തോടെയാണ്. പരാജയപ്പെടുന്നത് അവിടെയാണ്. ഇന്ന് അനേക പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ, നമ്മുടെ ചുറ്റുപാടുകളൊന്ന് നോക്കിയാൽ, ജീവിതത്തിൽ നല്ല യൗവനത്തിൽ സന്തോഷത്തോടെ ജീവിച്ച, മാതാപിതാക്കളോടൊന്ന് വസിച്ച കുഞ്ഞുങ്ങൾ വിവാഹ ജീവിതം കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരികയാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട്, മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട്, കുടുംബ ജീവിതത്തിലെ പ്രശ്നം കൊണ്ട്, അവരുടേതായിരിക്കുന്ന ജോലിയിലെ പ്രശ്നം കൊണ്ട്, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥകളിൽ, പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥകളിൽ, പരസ്പരം മനസ്സിലാക്കി ഇടപെടാൻ കഴിയാത്ത അവസ്ഥകളിൽ വലിയ സംഘർഷങ്ങളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കിയാൽ ഇന്ന് ഡൈവോഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ ആയതിനു ശേഷം വേർപിരിയുന്ന അനേകര് ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു. ഇന്ന് കേരളത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ തന്നെ വേർപിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. തമ്മിൽ സ്നേഹിച്ചു പോകുവാൻ കഴിയാത്ത, തമ്മിൽ ഇണങ്ങിപ്പോകുവാൻ കഴിയാത്ത, പരസ്പരം അറിയുവാൻ കഴിയാത്ത അവസ്ഥകളിൽ അവരായിത്തീരുകയാണ്. അങ്ങനെ കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ മാനസികമായിട്ട് അനേക ചെറുപ്പക്കാർ മാനസികമായി തളർന്നു പോകും. ഇന്ന് അങ്ങനെ വരുന്നത് കൊണ്ട് എത്രയെത്ര ആത്മഹത്യകൾ കേരളത്തിൽ വർദ്ധിച്ചു. ഓരോ ദിവസവും ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക യൗവനക്കാർ, കുടുംബം പരാജയമാണ്. മക്കളെ പോലും ഓർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പരാജയമാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കോട്ടയത്ത് നടന്നതായ സംഭവം, ഒരു സഹോദരി 2 കുഞ്ഞുങ്ങളുമായി ട്രെയിനിന്റെ മുമ്പിലേക്ക് ചാടി മരിക്കുകയാണ്. ജീവിതത്തിൽ അത് വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, പരസ്പരം ഒത്തുപോകുവാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത, ചേർന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥകളിലൂടെ കടന്നു വന്ന സമയങ്ങളിൽ ജീവിച്ചിരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് ജീവിതം നശിപ്പിക്കുവാൻ, ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയുവാൻ നിന്റെ പിന്നിൽ ഒരാളുണ്ട്. ശത്രു നിന്നെ തകർക്കും. അതാണ് നീ സന്തോഷിക്കുന്നത് അവന് ഇഷ്ടമല്ല. നീ സന്തോഷത്തോടെ ജീവിക്കുന്നത്, നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നത്, നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത്, ആഡംബരമായ ജീവിതത്തിന്റെ എല്ലാ ഉല്ലാസങ്ങളും പ്രാപിച്ച് ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിന്നെ തകർക്കുവാൻ ഒരാൾ നിന്റെ പിന്നിലുണ്ട്. 91-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് വിടിവിക്കും. ഒരു വേട്ടക്കാരൻ നിന്റെ പിന്നിലുണ്ട്. പകൽ പറക്കുന്ന
ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ വിടുവിക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ചിറകിന്റെ മറവിൽ മറയ്ക്കുവാൻ. അതാണ് അത് ഓടിപ്പോകുന്ന മൃഗങ്ങളെയും പറന്നു പോകുന്ന പക്ഷികളെയും വല വെച്ച് കെണിയിലാക്കി നശിപ്പിക്കുന്ന ഒരു വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. നീ ദൈവത്തോടെ ചേർന്ന് നിന്നാൽ, അടുത്തിരുന്നാൽ വിടുതൽ പ്രാപിക്കും. സിംസോന്റെ ജീവിത പരാജയം തുടങ്ങുന്നത് അവിടെയാണ്. ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കട്ടെ. സമയത്തിന്റെ പരിധികൾ കൊണ്ട് തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ നമുക്കത് ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേദഭാഗങ്ങൾ ഈ കേൾവി ഇഷ്ടപ്പെടുന്നു എങ്കിൽ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാം. അനേക പ്രിയപ്പെട്ടവരിന്ന് സമാധാനമില്ലാതെ കഴിയുന്നവർക്കൊരു ആശ്വാസമാകട്ടെ, വിടുതലാകട്ടെ, വിജയമാകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം കേൾക്കപ്പെടുന്ന വചനങ്ങൾ ഹൃദയത്തിൽ ആശ്വാസ സമാധാനവും പ്രാപിക്കാൻ കഴിയണം. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം. രോഗികളായിട്ട് ഡയൽ ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവെ, കേരളത്തിന് വെളിയിലും ജോലി ചെയ്യുന്ന അനേകരുണ്ട്. ഗൾഫ് മേഖലയിലുള്ളവരുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള പ്രിയപ്പെട്ടവര്, ബിസിനസ് ചെയ്യുന്നവര്, പഠിക്കാൻ പോയ കുഞ്ഞുങ്ങള്, കുടുംബമായി പാർക്കുന്നവര് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെ നല്ല ഭാവി കാണാൻ ആഗ്രഹിക്കുന്നവർ, കുടുംബജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങി നിരാശപ്പെടുന്നവർ, അവരുടെ എല്ലാം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച്